ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പോർക്ക് ഫ്രൈഡ് റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റിലുള്ള ഇതുപോലെ നല്ല ബ്ലാക്ക് കളർ ആയിട്ടുള്ള പോർക്ക് ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ പോർക്കൊക്കെ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 2 ടൈപ്പ് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കോക്കനട്ട് വിനീഗർ ചേർക്കാം. ഇതില്ലെങ്കിൽ സിന്തറ്റിക് വിനീഗർ ചേർത്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പോടെ ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് എടുത്ത ശേഷം 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് ഒരു കുക്കറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. 1 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ പോർക്കെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ആവി വരുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 3 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 3 വിസിൽ കൊണ്ട് തന്നെ എനിക്ക് പോർക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പോർക്കിന്റെ വേവ് അനുസരിച്ചും ചിലപ്പോൾ വിസിലിന്റെ എണ്ണത്തിൽ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. അപ്പോൾ കുക്കറിന്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് മാറ്റിയിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ പോർക്കൊക്കെ നല്ല പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഓവറായിട്ട് കുക്കായി പോയിട്ടുമില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് അതിലുള്ളത്. അപ്പോൾ ഒരു ഇരുമ്പ് ചീനച്ചട്ടി വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം പെരിഞ്ചീരകവും തേങ്ങാക്കൊത്തും ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് സവോള സ്ലൈസ് ചെയ്തതും അതുപോലെ തന്നെ ഇതിലേക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വഴറ്റിയെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പോടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. കരിഞ്ഞു പോകരുത്. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം വേവിച്ച പോർക്ക് അതിൻ്റെ സ്റ്റോക്കോട് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ സ്റ്റോക്കൊക്കെ നന്നായിട്ട് വറ്റി വരണം. ആദ്യം തന്നെ അത് കുക്കറിലിട്ട് വറ്റിച്ചെടുക്കരുത്. ഇതുപോലെ ചീനച്ചട്ടിയിൽ ഒഴിച്ച ശേഷം വേണം അത് വറ്റിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മാത്രമേ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഈ പോർക്കിൽ അത്യാവശ്യം നെയ്യുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം നമ്മൾ ആ സവോള വഴറ്റാനുള്ള വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ വെള്ളം വറ്റി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസിലെ ലിസ്റ്റ് എല്ലാം കറക്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നല്ല ബ്ലാക്ക് കളർ ആകുന്നത് വരെ ഒന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതുപോലെ ബ്ലാക്ക് കളർ ആക്കി എടുക്കരുത്. അപ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതുപോലെ ബ്ലാക്ക് കളർ ആക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ബ്ലാക്ക് കളർ ആയി കിട്ടും. അപ്പം നമ്മുടെ പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം നോൺ സ്റ്റിക്ക് പാത്രമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും. അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടി ആകുമ്പോൾ നല്ല ബ്ലാക്ക് കളറായി പെട്ടെന്ന് തന്നെ കിട്ടും. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ കുറച്ചുകൂടെ ടൈം എടുക്കും. അപ്പോൾ നമ്മുടെ പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.